നിന്റെ ബാങ്ക് ബാലൻസ് ഒന്ന് കാണിച്ചേ സോഹ. ഈ 2 രൂപയ്ക്ക് എന്തിനടാ ബാങ്ക് അക്കൗണ്ട്? വീട്ടിലൊരു വഞ്ചിയിലിട്ട് വെച്ചാ പോരെ തെണ്ടി. ഹലോ, എനിക്കൊരു നൻപൻ ഇറക്ക് വിളിച്ചാ പൈസ കൊണ്ട് പറന്നു വരും. ഹലോ അളിയ എനിക്കൊരു 1000 രൂപ ഇട്ടാ ഞാൻ വൈകിട്ട് അങ്ങ് തിരിച്ചിട്ട് തരാം. എടാ, ഞാൻ KSRTC ബസ് സ്റ്റാൻഡിന്റെ ബാത്റൂമിൽ കയറിയിട്ട് തിരിച്ചിറങ്ങിയപ്പോഴറിഞ്ഞ് അവിടെ പൈസ കൊടുക്കണമെന്ന്. 2 രൂപ കാണും. 2 ലക്ഷം 2 രൂപ അയച്ചു തരാം. ഈ 50 പൈസ ഉണ്ടല്ലോ, എന്ത് ചെയ്യും അത് വെച്ച്? എടോ, ഇത്രയും കട്ടി പേഴ്സ് വെച്ചിട്ടാണോ അവിടെ പൈസ ഇല്ലെന്ന് എന്റെ അടുത്ത് കള്ളം പറഞ്ഞ? കട്ടി വരാൻ വേണ്ടി കല്ല് വെച്ചതാ. നിന്റെ കൂട്ടുകാരനല്ലേ നിൽക്കുന്ന? എടാ, അവനെ കണ്ടാ നല്ല റിച്ച് ലുക്ക് അല്ലേ? നീ അവന്റെ അടുത്ത് പൈസ കടം ചോദിക്കും. അവൻ ഫോണിൽ കൂടെ എന്തോ പറയുന്നത് ഞാൻ ഡബ് ചെയ്ത് തരട്ടെ. അളിയ ഒരു 10 രൂപ അയച്ചു ഞാൻ കാണുമോ? ഞാൻ ഒരു ചായക്കടയ്ക്ക് ചായ കുടിച്ചപ്പോഴാ കൈ പൈസ ഇല്ലെന്ന് അറിയുന്നത്. ഒരു 10 രൂപ കൂടെ ഉണ്ടെങ്കിൽ എക്സ്ട്രാ അയക്കുവോ? ഒരു കടി എടുത്തായിരുന്നേ. കണ്ട കറക്റ്റ് ആയിട്ട് സിങ്ക് ആയില്ലേ? നിന്റെ കൂടെ ഉള്ളവരെല്ലാം ഇതുപോലെ ദരിദ്രവാസികളാണോ? കൂടുതൽ കളിയാക്കിയെന്ന് വേണ്ട. അടുത്ത മാസം മുതൽ ഞാൻ ചെറിയൊരു കോടീശ്വരനാവും. ഞാൻ ചെറുതായി ട്രേഡിംഗ് തുടങ്ങിയിട്ടുണ്ട്. അതാണ് ട്രേഡിംഗ് തുടങ്ങി കഴിഞ്ഞാൽ എന്നെ പോലെ വലിയ അവസ്ഥയിൽ വന്ന് നിൽക്കാം. ഇതുകൊണ്ടാ പറയുന്നത് ട്രേഡിംഗിന്റെ സാധ്യതകൾ പഠിച്ച് മനസ്സിലാക്കി ചെയ്തില്ലെങ്കിൽ ലോസ് വരുമെന്ന്. പിന്നെ ട്രേഡിംഗ് ഒക്കെ എവിടെ പോയി പഠിക്കാനാ? ട്രേഡിംഗിൽ 9 വർഷം എക്സ്പീരിയൻസ് ഉള്ള അഹമ്മദ് ജുനൈദൻ ടീമും ട്രേഡിംഗിൽ ലോസ് വന്നവർക്ക് ഇപ്പോൾ പേഴ്സണൽ സപ്പോർട്ട് കൊടുക്കുന്നുണ്ട്. അതും വെറും 5000 രൂപ മാത്രമേ ഉള്ളൂ ഫീസ്. ലിമിറ്റഡ് ടൈം ഓഫർ ആണ്. ബിഗിനേഴ്സിനും എക്സ്പേർട്സിനും ഒരുപോലെ കോൺടാക്ട് ചെയ്യാം. എന്റെ മക്കൾ ആഹാരം കഴിച്ചിട്ട് 2 ദിവസം ഞാൻ 50 രൂപ കൊണ്ട് കൊടുക്കും. പിള്ളേർക്ക് ചെലവിന് എടുക്കാൻ കഴിവില്ലെങ്കിൽ ഉണ്ടാക്കരുത്.